വെൽക്കം ബാക്ക് ടു ലേണിനോ. ജൂനിയർ ഇൻസ്ട്രക്ടർ എക്സാമിന് തയ്യാറെടുക്കുന്നവർക്ക് വേണ്ടിയുള്ള വീഡിയോ ആണ് ഇന്നത്തേത്. അപ്പൊ നമുക്ക് സെപ്റ്റംബർ സ്ലോട്ടിലാണ് ഇപ്പം ജൂനിയർ ഇൻസ്ട്രക്ടർ എക്സാം നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ സെപ്റ്റംബറിൽ എക്സാം നടക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ മന്തോടുകൂടി നമുക്ക് അറിയാനായിട്ട് സാധിക്കും. അപ്പോൾ പല സ്റ്റുഡൻസും എക്സാം ഡേറ്റ് വരട്ടെ എന്നിട്ട് പഠിക്കാം എന്ന് പറഞ്ഞ് കാത്തിരിക്കുന്നവരുണ്ട്. അപ്പൊ അവരോട് ഒരു കാര്യമാണ് പറയാനുള്ളത്, നല്ല രീതിയിലുള്ള കോമ്പറ്റീഷൻ ഈ ഒരു എക്സാമിന് നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോ എത്രയും നേരത്തെ നമ്മൾ പഠിച്ചു തുടങ്ങുന്നു അത്രയും നമുക്ക് പിന്നീട് റിവിഷൻ ചെയ്യാനും മോക്ക് ടെസ്റ്റുകൾ ചെയ്യാനും ഒക്കെ ഉള്ള സമയം കിട്ടും. നല്ലൊരു റാങ്കിൽ എത്തുക എന്നുള്ളതാണ്, അല്ലാതെ നമ്മൾ പാസ്സായി പോകേണ്ട ഒരു പരീക്ഷയല്ല. അപ്പോൾ മെയിൻ ലിസ്റ്റിൽ നല്ലൊരു റാങ്കിൽ വന്നാലേ നമുക്ക് ജോബ് എക്സ്പെക്ട് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ, ജോബ് നമുക്ക് കിട്ടുകയുള്ളൂ. അപ്പോൾ എക്സാം ഡേറ്റ് വരാൻ കാത്തിരിക്കാതെ എത്രയും പെട്ടെന്ന് തന്നെ പഠിച്ചു തുടങ്ങണം എന്നുള്ള ഒരു സൂചന തരിക എന്നുള്ളതാണ് ഈ ഒരു വീഡിയോയുടെ ഉദ്ദേശം. അപ്പൊ നമുക്ക് നേരത്തെ അവൈലബിൾ ആയിട്ടുള്ള സിലബസ് വെച്ച് ഇപ്പൊ പഠിച്ചു തുടങ്ങാം. എക്സാം ഡേറ്റ് വന്ന് നമുക്ക് സിലബസിൽ ചേഞ്ചസ് ഉണ്ടെങ്കിൽ, കാര്യമായ ഒരുപാട് ചേഞ്ച് വരാനുള്ള സാധ്യതയൊന്നുമില്ല. ഇപ്പൊ ഏതെങ്കിലും സബ്ജക്ട്സ് മാറിയിട്ടുണ്ടെങ്കിൽ നമുക്ക് പിന്നെ അത് മാത്രം പഠിച്ചു പോയാൽ മതി. ഇപ്പൊ ഇലക്ട്രോണിക്സുകാർക്കാണെങ്കിൽ ജൂനിയർ ഇൻസ്ട്രക്ടർ, ഇലക്ട്രോണിക് മെക്കാനിക്, മെഡിക്കൽ ഇലക്ട്രോണിക്സ്, കൺസ്യൂമർ ഇലക്ട്രോണിക്സ്, അതുപോലെ തന്നെ ഇലക്ട്രിക്കലുകാർക്ക് ജൂനിയർ ഇൻസ്ട്രക്ടർ, വയർമാൻ, ഇലക്ട്രീഷ്യൻ, സിവിലുകാർക്കും ഉണ്ട് ജൂനിയർ ഇൻസ്ട്രക്ടർ എക്സാം ഉണ്ട്. അപ്പൊ ഇതിന്റെയൊക്കെ പ്രീവിയസ് സിലബസ് ബേസ് ചെയ്തുകൊണ്ടുള്ള ക്ലാസ്സുകൾ നമ്മൾ ലേണിനോ ആപ്പിൽ അവൈലബിൾ ആണ്. ഓൾറെഡി സ്റ്റുഡൻസ് ജോയിൻ ചെയ്ത് പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ ഇതിലൊക്കെ നമ്മൾ ലെക്ചേഴ്സും MCQസും ടെസ്റ്റും ഒക്കെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇപ്പൊ തന്നെ പഠിച്ചു തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് സിലബസിൽ മാറ്റമൊന്നും ഇല്ലെങ്കിൽ അത് തന്നെ കണ്ടിന്യൂ ചെയ്ത് പോയാൽ മതി. കാരണം പിന്നെ നമുക്ക് ഒരുമിച്ച് ഇത്രയും കാര്യങ്ങൾ പഠിക്കുക. കാരണം ഞാൻ ആദ്യം പറഞ്ഞതുപോലെ നല്ല രീതിയിലുള്ള കോമ്പറ്റീഷൻ ഉണ്ടാവും. അപ്പൊ നല്ലൊരു റാങ്കിൽ എത്തുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം, അല്ലെ? അല്ലാതെ ജസ്റ്റ് പാസ്സാവുക എന്നുള്ളതല്ല. അപ്പൊ അതിന് ഏർലി പ്രിപ്പറേഷൻ അത്യാവശ്യമാണ്. അപ്പോൾ നമ്മുടെ കോഴ്സുകളിൽ ജോയിൻ ചെയ്യണം എന്നുണ്ടെങ്കിൽ ലേണിനോ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് നിങ്ങൾക്ക് കോഴ്സ് പർച്ചേസ് ചെയ്യാം. ഇപ്പൊ ഇലക്ട്രോണിക്സുകാർക്കാണെന്നുണ്ടെങ്കിൽ 3 എക്സാമും എഴുതുന്നുണ്ടെങ്കിൽ, അതായത് ഇലക്ട്രോണിക് മെക്കാനിക്, കൺസ്യൂമർ ഇലക്ട്രോണിക്സ്, മെഡിക്കൽ ഇലക്ട്രോണിക്സ് എഴുതുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് കോംബോ കോഴ്സ് ആയിട്ട് തന്നെ പർച്ചേസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇപ്പോഴത്തെ സിലബസ് വെച്ചിട്ടാണ് ക്ലാസ്സുകൾ. സിലബസിൽ എന്തെങ്കിലും ചേഞ്ച് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ആ സമയത്ത് അതിനനുസരിച്ച് സിലബസ് അനുസരിച്ചുള്ള ക്ലാസ്സുകൾ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് കോൺടാക്ട് ചെയ്യാം. താങ്ക് യു.